തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ആര്യനാട്ടെ വാർഡ് മെമ്പറുടെ ആത്മഹത്യയിൽ ദുരൂഹത തുടരുകയാണ്. ശ്രീജ ജീവനൊടുക്കിയത് CPIMന്റെ വ്യക്തിഹത്യയിൽ മനം നൊന്താണെന്നാണ് ആരോപണം. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 4 പേരെ പ്രതി ചേർക്കും. ശ്രീജയുടെ സംസ്കാരം രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിലാണ്. ഗോപാൽ ശീലാസനലാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗോപാൽ ശീലാസനൽ, ഗുഡ് മോർണിംഗ്. ശ്രീജയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ സംബന്ധിച്ചായിരുന്നു ഇന്നലെ പ്രതിഷേധവും പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടത്. ഇന്ന് സംസ്കാര ചടങ്ങിനായി ഉള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുകയാണോ? എന്തൊക്കെയാണ് നമുക്ക് ആര്യനാട് എത്തുമ്പോൾ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ ദുരൂഹത നീക്കണം എന്നത് തന്നെയാണ് ഉയർന്നു വരുന്ന ആരോപണം. കാരണം കഴിഞ്ഞ ദിവസം രാവിലെയാണ് ആര്യനാട് കോട്ടയ്ക്കകം വാർഡിലെ മെമ്പറായിട്ടുള്ള ശ്രീജ ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയത്. ശ്രീജയ്ക്കൊരു കനത്ത സാമ്പത്തിക ബാധ്യത, ഏകദേശം 60 ലക്ഷം രൂപയോളം സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവെന്നും അതിനോടൊപ്പം തന്നെ ആ ബാധ്യതയിൽ മനം നൊന്തും കൂടാതെ തന്നെ CPMന്റെ കടന്നാക്രമണത്തിൽ മനം നൊന്തുമാണ് ഈ മരണത്തിന് കാരണമെന്നാണ് കോൺഗ്രസ് ഇതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ ശ്രീജയ്ക്കുണ്ട് എന്നതാണ് CPMന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പരാതി. ആ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉയരുകയും അതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധങ്ങൾ CPMന്റെ അടക്കം നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും യക്ഷി എന്നടക്കം വിളിച്ച് ആരോപിച്ചുകൊണ്ടും അതിനോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും പ്രതിഷേധങ്ങളും പല പോസ്റ്റുകളും ഒക്കെ ഇടുകയും ഇത് വലിയ രീതിയിൽ ശ്രീജയെ അസ്വസ്ഥയാക്കിയെന്നും തുടർന്ന് അത് മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നുമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആരോപണം. കഴിഞ്ഞ ദിവസം ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് അവിടെ നടത്തിയത്. കോൺഗ്രസിന്റെ പ്രതിഷേധം നടത്തിയതിനൊടുവിൽ ഈ വിഷയത്തിൽ 4 പേർ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 4 CPM നേതാക്കൾക്കെതിരെ കേസെടുക്കാമെന്ന പോലീസിന്റെ ഉറപ്പിന്മേലാണ് ഇന്നലെ രാത്രി വൈകി ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മറുവശത്ത് CPM പഞ്ചായത്ത് പ്രസിഡന്റായ വിജു മോഹൻ പറയുന്നത് ഇതിൽ വലിയ തരത്തിലേക്കുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് ശ്രീജയുടേതായി ബന്ധപ്പെട്ട പണം വാങ്ങിയവരടക്കം തുടർച്ചയായി വന്ന് ഈ പണം ആവശ്യപ്പെടുകയും അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടരുകയും ചെയ്തിരുന്നു. അതാണ് ഈ ആത്മഹത്യക്ക് കാരണമെന്നാണ്. ഇന്നത്തെ CPM പ്രതിഷേധത്തിൽ പങ്കെടുത്തതും ഈ പണം ലഭിക്കാനുള്ളവരായിരുന്നു. അതിൽ CPMന് മറ്റൊരു തരത്തിലേക്കുള്ള റോളുമില്ല എന്ന തരത്തിലേക്കാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. എന്തായാലും CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹനും ഇതിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ ദുരൂഹത നീക്കണമെന്നും അതിനോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിലാണ് ശ്രീജയുടെ മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. നിലവിൽ ആര്യനാട് ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിയോടുകൂടി തന്നെ വീട്ടിലേക്ക് എത്തിക്കും. തുടർന്ന് അല്പനേരം പൊതുദർശനം ശേഷം 9 മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. 10 മണിയോടുകൂടി അത് പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. സൂര്യ. ഓക്കെ, ഗോപാൽ ശീലാസനലാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേർന്നത്.